ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ട് കുറച്ച് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഇതിനെ കൂനിപ്പൊടി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഈ കൂനിപ്പൊടീനെ, അതായത് ഉണക്കച്ചെമ്മീനെ എന്താ പേര് പറയുക, അത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കതിലോട്ട് ഒരു 4-5 ചെറിയ ഉള്ളിയില്ലേ, അത് ചേർത്ത് കൊടുക്കണം. എനിക്ക് ചെറിയ ഉള്ളി ഇടാൻ ഒരിത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ സവാള ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 5 പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, വേണമെങ്കിൽ മാത്രം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് വേണം നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉണക്കച്ചെമ്മീനില്ലേ, അതൊന്ന് വറുത്തെടുക്കണം. ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലോട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് വറുത്തെടുക്കണം കേട്ടോ. അതിങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരു പരുവത്തിനെടുക്കണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം, പെട്ടെന്ന് കരിഞ്ഞു പോകാതുകൊണ്ട് ചെറു തീയിൽ വെച്ച് വറുത്തെടുക്കണം. അത് കഴിഞ്ഞ് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചമ്മന്തിയിലോട്ട് അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചതച്ച് എടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. വേറെ ഒരു കറിയും വേണ്ട, നമുക്ക് ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, നമുക്ക് ഇഷ്ടമുള്ള ഫുഡിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. അത്ര ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.